മത്തിമല ഉപദേശി പ്രസംഗിച്ചുകൊണ്ട് നിന്നപ്പോൾ സഭയിലെ ഒരമ്മാമ്മ അല്പസമയവും പോയി, പുള്ളിക്കാരിക്ക് അത്ര തൃപ്തി വന്നില്ല. അപ്പം ഫ്രണ്ടിലിരിക്കുക. പുള്ളിക്കാരി അന്നേരം ആരും അറിയാതെ പുറകിലോട്ട് ഇറങ്ങി അങ്ങ് വെളിയിൽ ചെന്നേച്ച് വാതിൽ ചെന്നു. അപ്പം എല്ലാവരും ഇങ്ങോട്ടിരിക്കുക. അമ്മാമ്മ വാതിൽ ചെന്നേച്ച് ഇങ്ങനെ കാണിച്ചു വെച്ച് പറഞ്ഞു, മതി നിർത്താൻ. അപ്പം പാസ്റ്റർക്കും മനസ്സിലായി, അമ്മാമ്മയ്ക്കും വേറെ ആർക്കും അറിയത്തില്ല. പുറകെ ഇറങ്ങി ചെന്നേച്ചെന്ന്. അപ്പോൾ പുള്ളി പറഞ്ഞു, നമുക്ക് കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. അപ്പൊ ഇതാരും പറഞ്ഞില്ല. എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ ഇനിയും ചിലപ്പോൾ കാണിച്ചൊന്നും വരാം. കാരണം കുറെ നാളായിട്ട് ഞാനും ശിവപാസ്റ്ററും എല്ലാം ഇങ്ങനെ പ്രസംഗിക്കുകയല്ലോ. നിങ്ങൾ കേട്ട് ചിലരൊക്കെ ഇത് ബുദ്ധിമുട്ടായിട്ടും ഒക്കെ ചിലപ്പോൾ തോന്നിയെന്ന് വരാന്നല്ല, തോന്നുന്നുണ്ട്. അതെനിക്കും തോന്നുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ദൈവദാസന്മാരിൽ കൂടി പലരിൽ കൂടിയൊക്കെ ദൈവവചനം ഒന്നുകൂടെ കേട്ട് ഗ്രഹിപ്പാനും തന്നെയല്ല ഞങ്ങളുടെ അറിവിനനുസരിച്ചല്ലോ ഞങ്ങൾക്ക് പറയാൻ പറ്റും. അപ്പം ഞങ്ങളെക്കാൾ നന്നായിട്ട് അറിവും പഠിപ്പും ദൈവകൃപയും പരിജ്ഞാനമൊക്കെ ഉള്ളവർ വന്ന് ശുശ്രൂഷിക്കുമ്പോൾ അതെല്ലാം അനുഗ്രഹം. എന്തായാലും കൊള്ള യേശുക്രിസ്തുവിന്റെ തലയോളം സകലത്തിലും വളരണം. ദൈവം അതിന് എല്ലാവർക്കും കൃപ നൽകട്ടെ. ഞാൻ 1-2 കാര്യങ്ങൾ പറഞ്ഞ് വേഗത്തിൽ നിർത്തുവാൻ കർത്താവ് ശരണപ്പെടുകയാണ്. വായിച്ച തിരുവെടുത്ത് ഒരിക്കൽ കൂടി വായിച്ച് സഹായിച്ചാട്ടെ. ഞാനോ ഇപ്പോൾ തന്നെ പാനീയ യാഗമായി മറ്റേ മൈക്ക് എന്ത് ചെയ്യാം, അത് കേൾക്കുകയല്ലേ? വായിക്കും. എന്റെ നിര്യാണകാലവും അടുത്തിരിക്കുന്നു. എന്റെ നിര്യാണകാലവും അടുത്തിരിക്കുന്നു. ഞാൻ നല്ല പോർ പൊരുതു. ഓട്ടം തികച്ചു. വിശ്വാസം കാത്തു. ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല, അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ. പൗലോസ് തന്റെ ജീവിതത്തിന്റെ, ഈ ഭൂമിയിലെ ജീവിതത്തിന്റെ ഒടുവിലത്തെ നാളുകളിൽ എഴുതിയ ലേഖനമാണ് തിമോത്തിയോസിന്റെ ഈ ലേഖനം. എന്ന് പറഞ്ഞാൽ മരണത്തെ മുൻപിൽ കണ്ടുകൊണ്ട് എഴുതിയ ലേഖനമാണ്. നമ്മൾ മരണത്തെ മുൻപിൽ കണ്ട ലേഖനം വല്ലതും എഴുതുവോ? ഉള്ള ലേഖനം കൂടെ കീറാനാ നോക്കുന്നത്. ഇതുവരെ ദൈവത്തെ സേവിച്ച് ആരാധിച്ചിട്ട് ഇത്രയും പെട്ടെന്ന് എന്നെ അങ്ങ് എടുക്കുകയാണോ? എന്നാ എഴുതിയ ലേഖനമല്ല, കീറിയേക്കാം. പൗലോസ് ലേഖനം എഴുതുക, മരണത്തെ മുൻപിൽ കാണുക. ഈ ലേഖനത്തിന് വളരെ പ്രാധാന്യം ജീവിതത്തിന്റെ അവസാന ഘട്ടങ്ങളിൽ എഴുതിയ ലേഖനമാണ് ഈ ലേഖനം. നമുക്കറിയാം, പുതിയ നിയമത്തിലെ 27 വേദപുസ്തകത്തിലെ 66 പുസ്തകത്തിലെ, പുതിയ നിയമത്തിലെ 27 പുസ്തകത്തിലെ, പുതിയ നിയമത്തിലെ 21 ലേഖനങ്ങളിൽ, പൗലോസിന്റെ 14 ലേഖനങ്ങളിൽ ഈടുറ്റ ലേഖനമാണ് തിമോത്തിയോസിന്റെ ഈ ലേഖനം. 1-2 ലേഖനമല്ല. മരണത്തെ മുൻപിൽ കാണുക. എന്റെ നിര്യാണ കാലവും എന്ന് പറഞ്ഞ ഇത് പ്രായം കൂടി മരിക്കുന്ന ഒരു മരണമല്ല. നമ്മുടെ ആൾക്കാർ അങ്ങനെയൊക്കെ പറയാറുണ്ട്, ഇനി ഞാൻ അധിക നാള് പോകാറായി. അത് കണ്ടമാനം പ്രായം കൂടി. ഈ ദിവസങ്ങളിലൊക്കെ നല്ല പ്രായമുള്ളവരാ മരിക്കുന്നത്. ഞാൻ ഓർക്ക് എത്രയും പ്രായമൊക്കെ ഇരുന്നല്ലോ അവര്. എന്നിട്ട് ഞാൻ ഇവിടെ മടുക്കിയിട്ട് അടക്കത്തിന് പോയി. KC എബ്രഹാം പാസ്റ്ററിന്റെ അമ്മ 107 വയസ്സ്. ഓൺസം പാസ്റ്ററിന്റെ പിതാവ് കഴിഞ്ഞ ദിവസം മരിച്ചു. ബേബി സാറ് 99. നല്ല ആയുസാണ്. അപ്പൊ അങ്ങനെ ആയുസ് ദീർഘമായി മരിക്കാൻ പോകുന്നു എന്നൊരാശയത്തിലല്ല പൗലോസ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഫിലേമോന്റെ ലേഖനത്തിൽ ഒരു പദമുണ്ട്, വയസ്സനായ എനിക്ക്. വയസ്സനായ അങ്ങനൊരു പദമുണ്ട്, ഇല്ലയോ? റെഫറൻസ് ഞാൻ ഓർക്കുന്നില്ല, ഇന്നാൾ വായിച്ചതാ, നിങ്ങൾക്ക് അറിയാമല്ലോ. വയസ്സനായ ഫിലേമോന്റെ ലേഖനത്തിലുണ്ട്, കണ്ടോ? വയസ്സനായ. അങ്ങനെ മതി. പൗലോസ് എന്ന വയസ്സൻ എന്ന് പറഞ്ഞാൽ പടുവൃദ്ധൻ എന്നുള്ള ആശയമല്ല. വേദപഠിതാക്കള് പറയുന്നത് ഏതാണ്ട് ഇതെഴുതുമ്പോ പൗലോസിന് ഏതാണ്ട് 60 വയസ്സ് ആയെന്ന ചിലര് പറയുന്നത്. 60 വയസ്സ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ 60 വയസ്സൊക്കെ ആകുമ്പോ ഓർത്തോണം എന്തുവായി? സമ്മതിക്കുകയല്ല.
ചിലർക്ക് പ്രായം പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. നമ്മൾ ചോദിക്കുക എന്തുകൊണ്ട് പ്രായം, ഉടനെ മറുപടി കണ്ടിട്ട് എന്നാ തോന്നുന്നു. എന്നാലും എന്തോ ഉണ്ട്, എന്തോ തോന്നും ഉദ്ദേശം. ചിലർക്ക് ഇഷ്ടമല്ല, അപ്പച്ചാന്ന് വിളിക്കുന്നത് ഇഷ്ടമല്ല, വല്യപ്പച്ചാന്ന് വിളിക്കുന്നത് ഇഷ്ടമല്ല, അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. പിന്നെ സായിപ്പന്മാരൊക്കെ പറയുന്നത് ഏജും വേജും സ്റ്റേജും ഒന്നും ചോദിക്കരുതെന്ന. ഒരു ഇംഗ്ലീഷ് ഇരിക്കട്ടെ, ഇതൊന്നും ചോദിക്കരുതെന്ന, അതങ്ങനെ ഇരിക്കട്ടെ. ഇവിടെ പൗലോസ് വയസ്സനായി എന്ന് പറയാൻ ലജ്ജിക്കുന്നൊന്നുമില്ല, ഇല്ല. ചിലർക്ക് കൊച്ചുമക്കൾ എത്രയുണ്ടെന്ന് ചോദിക്കുന്ന ഇഷ്ടമല്ല. അപ്പച്ചന്റെ പൊന്നെ എന്നൊക്കെ വീട്ടിൽ ഇരുന്ന് പറയും, പക്ഷെ പൊതുരംഗത്ത് വരുമ്പം. അപ്പോൾ പൗലോസ് ഇവിടെ കണ്ടമാനം പ്രായാധിക്യം ഉണ്ടെന്നുള്ള ആശയത്തിലല്ല, മരണത്തെ മുഖാമുഖമായി കാണുക. താന് ഈ ലേഖനം എഴുതുമ്പോൾ കാരാഗൃഹത്തില്ല. പൗലോസ് ആദ്യം, നാളെ ഞാൻ ഓർപ്പിച്ചല്ലോ, നിങ്ങൾക്കറിയാം, ആദ്യം കാരാഗൃഹത്തിൽ വീട്ട് തടങ്കലിൽ പൗലോസ് കിടന്നു. അത് അപ്പോസ്തല പ്രവൃത്തി 28-ാം അധ്യായത്തിന്റെ ഒടുവിലത്തെ വാക്യത്തിലുണ്ടല്ലോ, കൂലിക്ക് വാങ്ങിയ വീട്ടിൽ. വായിച്ചേ, 28-ന്റെ ഒടുവിൽ ആ കണ്ണിക തുടങ്ങുന്നിടത്ത് കൂലിക്ക് വാങ്ങിയ വീട്ടില് അവൻ കൂലിക്ക് വാങ്ങിയ വീട്ടിൽ 2 സംവത്സരം മുഴുവൻ പാർത്തു. അപ്പൊ കൂലിക്ക്, അത് വീട്ടു തടങ്കല. അവിടെ അല്പം കൂടെ സ്വാതന്ത്ര്യമുണ്ട്. വേറെ പുസ്തകം വായിക്കാം, സുവിശേഷം പറയാം, ഉപദേശം പറയാം, വീട്ടു തടങ്കല. ചില പരിമിതികളുണ്ടെന്നേ ഉള്ളൂ. എന്നാൽ തിമോത്തിയോസിന്റെ ലേഖനം എഴുതുമ്പോൾ വീട്ടു തടങ്കലല്ല, റോമൻ തടവിൽ കിടക്കുക. അവൾ വീട്ടു തടങ്കലിലാണെങ്കിലും തടങ്കലിൽ കിടക്കുമ്പോഴും പുള്ളിയുടെ പ്രവൃത്തി എന്തുവാ? വായിച്ചേ മോളെ. അവൻ കൂലിക്ക് വാങ്ങിയ വീട്ടിൽ 2 സംവത്സരം മുഴുവൻ മൊബൈലിൽ കളിച്ചും മെസ്സേജ് വിട്ടും ചാറ്റ് ചെയ്തെന്നല്ല. ഇപ്പൊ അതാണല്ലോ, അല്പസമയം കിട്ടിയ കൊന്ത്രാക്കൊള്ളി ഒപ്പിക്കുക. ഇത് 2 കൊല്ലം എന്തോടുക്കുകയായിരുന്നു, 2 കൊല്ലം. വായിര്. അടുക്കൽ വരുന്നവരെയൊക്കെയും കൈക്കൊണ്ട് പൂർണ്ണ പ്രാഗൽഭ്യത്തോടെ. ഒന്നുകൂടെ വായിച്ചോ. 2 കൊല്ലത്തോളം അവൻ കൂലിക്ക് വാങ്ങിയ വീട്ടിൽ 2 സംവത്സരം മുഴുവൻ പാർത്തു. 2 സംവത്സരം മുഴുവൻ പാർത്ത് തന്റെ അടുക്കൽ വരുന്നവരെയൊക്കെ, തന്റെ അടുക്കൽ വരുന്നവരോട് അവൻ വേണ്ടാധീനം പറഞ്ഞു വിട്ടെന്നല്ല, തന്റെ അടുക്കൽ വരുന്നവരോട് ദുഷിപ്പ് പറഞ്ഞെന്നല്ല. പ്രിയരെ, കൂലിക്ക് വാങ്ങിയ വീട്ടിലാന്നേലും കൂലി കൊടുക്കാത്ത വീട്ടിലാന്നേലും, അവൻ വാടകയ്ക്കാന്നേലും വാടക കൊടുക്കണ്ടെങ്കിലും, അവൻ ദൂരെയാന്നേലും ചാരയാന്നേലും, നിന്റെ അടുക്കൽ വരുന്നവരോട് നീ എന്നാ പറയണമായിര്? പൂർണ്ണ പ്രാഗൽഭ്യത്തോടെ വിഘ്നം കൂടാതെ ദൈവരാജ്യം പ്രസംഗിച്ചും സുവിശേഷം അറിയിച്ചത്. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഈ ദിവസങ്ങളിൽ വാടകയ്ക്കാന്നേലും വാടക കൊടുക്കണ്ടെങ്കിലും കൂലിക്കാന്നേലും കൂലി കൊടുക്കണ്ടെങ്കിലും എന്റെ ഈ നിങ്ങളുടെ അടുക്ക വരുന്നവരോട് സുവിശേഷം അറിയിക്കണം. യേശുവിനെ പറ്റി പറയണം. അവൻ കർത്താവിന്റെ വചനം പറയണം. സ്തോത്രം. തന്നെത്താൻ ശോധന ചെയ്യ്. നിങ്ങളുടെ വീട്ടിൽ വരുന്നവരോട് വചനമാണോ പറയുന്നേ? അല്ല, പലയിടത്തും ആരും വരുന്നില്ലല്ലോ. ഞാൻ ഒരാളോട് ചോദിച്ചു, അവിടെ പോയോ? എവന്റെയൊക്കെ വീട്ടിൽ ആരാ പോകുന്നത്? ഞാൻ ചോദിച്ചു, ആയന ദാഹവെള്ളം പോലും തരാത്ത അങ്ങനെയുള്ള വീടുകളും ഉണ്ട്. 1 മണിക്കൂർ ഇരുന്നാൽ പോലും ഇറ്റി വെള്ളം കൊടുക്കുകയല്ല. പറഞ്ഞു തൊണ്ട ഉണങ്ങി അങ്ങേയറ്റം പറ്റുമ്പോൾ ചോദിക്കും, കുടിച്ചാച്ചായിരിക്കും വന്നേക്കുന്നല്ലേ? ആണാ പുള്ളി പറഞ്ഞു, ഇവന്റെയൊക്കെ വീട്ടിൽ. അല്ല, നിങ്ങളുടെ വീട്ടിൽ വരുമ്പോഴേ, അടുക്ക വരുമ്പോ എന്തോ ചെയ്യണമെന്ന്. കൈകൊള്ളണം കേട്ടോ. ചെറിയവനെന്നോ വലിയവനെന്നോ കഴിവുള്ളവനെന്നോ കഴിവില്ലാത്തവനെന്നോ അവൻ തരംതിരിക്കാതെ വരുന്നവരെ കൈക്കൊള്ളണം. സ്തോത്രം, സ്തോത്രം. വീട്ടിൽ വരുന്നവരെ കൈക്കൊള്ളണം. ഉള്ളതിന്റെ സാഹചര്യം അനുസരിച്ച് അവരോട് നന്നായിട്ട് പെരുമാറണം. ഇതൊക്കെ നമ്മൾ പഠിച്ചിരിക്കണം. മറുഭാഷ മാത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ പോരാ. പണ്ട് അപ്പച്ചൻ പറയുമ്പോൾ കണ്ണും തുറക്കുകയല്ല, പാലും കുടിക്കുകയല്ല. വീട്ടിൽ വരുന്നവരെ ഏത് വ്യക്തികളാണെങ്കിലും അവരെ കൈകൊള്ളണം. ഒന്നുകൂടെ വാക്യം വായിച്ചോ. എല്ലാരും കേട്ടില്ലെന്ന് തോന്നുന്നു. തന്റെ അടുക്കൽ വരുന്നവരെയൊക്കെയും കൈക്കൊണ്ട്, തന്റെ അടുക്ക വരുന്നവരെയൊക്കെ കൈക്കൊണ്ട് പൂർണ്ണ പ്രാഗൽഭ്യത്തോടെ വിഘ്നം കൂടാതെ ദൈവരാജ്യം പ്രസംഗിച്ചും കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് ഉപദേശിച്ചും പോന്നു. കണ്ടോ, യേശുക്രിസ്തുവിനെ പറ്റി പറയണം. എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങളുടെ അടുക്കൽ വരുന്നവരോട് യേശുവിനെ പറ്റി പറയണം.
നിങ്ങളുടെ അടുക്കൽ വരുന്നവരോട് സുവിശേഷം അറിയിക്കണം. അവർ കേൾക്കുകയോ കേൾക്കാതിരിക്കോ ഉൾക്കൊള്ളാതിരിക്കോ നമ്മുടെ വിഷയമല്ല. പറയേണ്ട കടമ കർത്തവ്യം നിന്റെടാ. അത് സാഹിത്യത്തിൽ ചിലപ്പോൾ പറയാൻ അറിയത്തില്ല, തിയോളജി ഒന്നും ഇറക്കാൻ അറിയത്തില്ല. ഇതൊന്നും അറിയാൻ മേൽ ഒരു വാക്ക് പറയാ: യേശു നിന്നെ രക്ഷിക്കും, യേശു നിന്നെ സൗഖ്യമാക്കും, യേശു ക്രിസ്തു നിന്നെ വിടുവിക്കും, യേശു ക്രിസ്തു നിന്നെ രക്ഷിക്കും, യേശു ക്രിസ്തു നിന്നെ സൗഖ്യമാക്കും. ഇത് പറയുന്നതിന് ബൈബിൾ സ്കൂളിലും പോകണ്ട. ബൈബിൾ സ്കൂളിൽ പോയവരുടെ ചരിത്രം എല്ലാം പറയുന്നില്ല, മിണ്ടുക പോലും ഇല്ലല്ലോ. സ്തോത്രം. ബൈബിൾ സ്കൂളിലാന്ന് പറഞ്ഞിട്ട് എന്തോ കാര്യം? നിങ്ങൾ ചിലരെ കണ്ടേ? സ്തോത്രം. ഒരു കുഞ്ഞുങ്ങളോട് പോലും സുവിശേഷം അല്ല, അവരുടെയും കുഴപ്പമില്ല, പഠിച്ചത് അങ്ങനെ. പറഞ്ഞ ഒക്കുവോ എന്ന് നോക്കിയിരിക്കുക. ഞാൻ പറഞ്ഞാൽ ഒക്കുമോ തെറ്റുമോ? തെറ്റിയാൽ എന്തോ? ഇതൊന്നും നമ്മുടെ വിഷയം. ഒറ്റ വാക്ക് പറയാ: യേശു ക്രിസ്തു നിന്നെ രക്ഷിക്കും, യേശു ക്രിസ്തു നിന്നെ വിടുവിക്കും, യേശു ക്രിസ്തു നിന്നെ സൗഖ്യമാക്കും. ഇതെല്ലാവരോടും പറയണം. അപ്പൊ പൗലോസ് വീട്ടുനടങ്ങളിൽ ഇങ്ങനെ വന്നവരോടെല്ലാം നന്നായിട്ട് പറഞ്ഞു. അവിടുന്ന് പിന്നെ താൻ രക്ഷപ്പെട്ട് ഏതാണ്ട് ചരിത്രം പറഞ്ഞ ഒരു 5-6 വർഷം കഴിഞ്ഞ് വീണ്ടും റോമൻ തടവിൽ തന്നെ സുവിശേഷ നിമിത്തം ബന്ധനസ്ഥനാക്കി. എനിക്ക് വലിയ പഠിപ്പൊന്നുമില്ല. പഠിച്ചവരും വായിച്ചവരും അതിനെപ്പറ്റി ജ്ഞാനം ഉള്ളവരൊക്കെ പറഞ്ഞതൊക്കെ അനുസരിച്ച് വല്ലാത്ത ഒരു സ്ഥലമായിരുന്നു ഈ ജയില്. ഒരു ശാരീരികമായിട്ട് വലിയ സ്വാതന്ത്ര്യത്തോടെ അതിനകത്ത് കഴിയാൻ പറ്റുന്നില്ല. ഒരു അരണ്ട വെളിച്ചം, ചെറിയ വെന്റിലേഷൻ പോലെ, എലിയുടെ ശല്യങ്ങളുമൊക്കെ ഉണ്ടെന്ന വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുക. പൗലോസ് ഇങ്ങനെയുള്ള കാരാഗൃഹത്തിൽ കിടക്കുക. കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചതുപോലെ ഈ കാരാഗൃഹത്തിൽ കിടക്കുമ്പോഴും ദൈവത്തിന് മഹത്വം. പൗലോസ് പറഞ്ഞ ചില പദങ്ങളുണ്ട്. ഇങ്ങനെ പറഞ്ഞ്: ഇപ്പോൾ എനിക്ക് വേണ്ടുന്നതെല്ലാം ഉണ്ടെന്ന്. സ്തോത്രം. ഇപ്പോൾ എനിക്ക് എല്ലാം ഉണ്ടെന്ന്. കാരാഗൃഹത്തിലാ കിടക്കുന്നേ. സ്വാതന്ത്ര്യമായിട്ടൊന്ന് അനങ്ങാനോ ചരിക്കാനോ ഒക്കുന്നില്ല. എലിയുടെ ശല്യമുണ്ട്, നല്ല വെളിച്ചം കിട്ടുന്നില്ല. ഈ അതിനകത്ത് ഇത് താഴ്ചയാണ്. കച്ചിയൊക്കെ ഇട്ട് കൊടുത്തെന്ന പഠിച്ചിട്ടുള്ളവരും ചരിത്രം പഠിച്ചിട്ടുള്ളവർ പറയുന്നത്. വല്ലാത്ത അനുഭവത്തിൽ കിടക്കുക. മാത്രമാണോ? ഞാൻ ആ ഭാഗത്തേക്ക് പിന്നെ വരാം. പൗലോസിന്റെ മനോഭാവം 2 കാര്യം പറയാം. ഇങ്ങനെ വല്ലാത്തൊരു അന്തരീക്ഷത്തില തന്നെയല്ല, നീറോയുടെ കാലം ശക്തമായ പീഡ ദൈവസഭയ്ക്കെതിരെ ഉണ്ടായി. ആ കാലത്ത് പൗലോസ് ഇത് എഴുതുന്നത്. ഇതിനെപ്പറ്റി പറയുന്നത് റോമിലെ സാധാരണക്കാര് താമസിക്കുന്ന ഏരിയയിലെ നീറോ തീ വെച്ച് നശിപ്പിച്ചു. അതിന്റെ കാരണം അദ്ദേഹത്തിന് അവിടെ ഒരു വലിയ കൊട്ടാരം പണിയണം. അപ്പൊ സാധാരണക്കാർ താമസിക്കുന്നിടത്ത് നിന്ന് അവരെ മാറ്റിവെച്ച് വേണം കൊട്ടാരം പണിയാൻ. അത് പെട്ടെന്ന് സാധ്യമല്ല. അതിന് സൂത്രബുദ്ധിയോടെ അദ്ദേഹം ആ പട്ടണത്തിന് തീ വെച്ചു. നീറോ തീ വെച്ച് പട്ടണം ഏതാണ്ട് ഒരാഴ്ച നിന്ന് കത്തിയെന്ന. ഒരാഴ്ച, 6 ദിവസം എന്നും പറയുന്നു, ഒരാഴ്ച എന്ന് ദിവസത്തിന്റെ പേര് പറഞ്ഞ തർക്കം ഉണ്ടാക്കരുത്. ഒരാഴ്ചയോളം ഈ പട്ടണം നിന്ന് കത്തി. അപ്പൊ കത്തിയതിന്റെ പിൻപിൽ ഇത് കത്തിച്ചത് ക്രിസ്ത്യാനികളാണെന്ന് നുണപ്രചരണം നടത്തി. ചില നുണയൊക്കെ ഏക്കും, ചില നുണയൊക്കെ നല്ല, ചില പറഞ്ഞില്ല അവൻ നല്ല കല്ല് വെച്ച നുണ പറയും. ചിലർക്ക് ഈ നുണയും കൊതിയും പറയാൻ നല്ല കൃപാവരമാണ്. എല്ലാവരെ കൊണ്ടും അത് നമ്മൾ ചോദിക്കല്ലേ, ബ്രദർ ഇത് കണ്ടതാണോ? ഞാൻ കണ്ടില്ല, പക്ഷെ വിശ്വസിക്കാൻ പറ്റിയ ഒരാള്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളോടൊന്നല്ല ഈ ലോകത്തുള്ള സകല എണ്ണത്തോട് ചോദിക്കാം, വിശ്വസിക്കാൻ പറ്റിയ ഒറ്റ ഒരുത്തന്റെ പേര് പറയാവ കർത്താവല്ലാതെ? ഒരാടെ പേര് പറഞ്ഞാൽ മതി. എല്ലാരും മിടുക്കരും ശ്രേഷ്ഠരും വിശ്വസിക്കാൻ പറ്റിയ ദേവാശ്രയ ഇന്നയാളെ ഇന്നു മുതൽ ഞാൻ പുള്ളിയുടെ ശിഷ്യനാകാൻ തീരുമാനിച്ചിരിക്കുക. കാരണം എങ്ങനെ ഇത് ഒപ്പിക്കുന്നു എന്ന് പഠിച്ചെടുക്കണ്ടേ. ഒറ്റ ഒരുത്തനില്ല. മൂക്കിൽ ശ്വാസമുള്ള ഒരുത്തനെ മതിയല്ലോ. വിശ്വാസം പ്രത്യാശയും സ്നേഹം പ്രതിഷ്ഠയും വിശ്വാസഗോളത്തിൽ നിന്നകന്നിടുന്നു. വിശ്വാസം പ്രത്യാശയും സ്നേഹം പ്രതിഷ്ഠയും വിശ്വാസഗോളത്തിൽ നിന്നകന്നിടും.
വിശ്വസ്തത മനുഷ്യരിൽ നന്നേ കുറയുന്നേ. നീ വരും നാളിൽ ഭൂവിൽ വിശ്വാസം കാണുമോ? വിശ്വസ്തത മനുഷ്യരിൽ നന്നേ കുറയുന്നേ. നീ വരും നാളിൽ ഭൂവിൽ വിശ്വാസം കാണുമോ? യേശുവേ നീ എപ്പോൾ ആഗമിച്ചിടുമോ? ആശയാൽ കാത്തു ഞാൻ നിന്നിടുന്നേ. യേശുവേ അപ്പൊ ശ്രദ്ധിക്കുക, ഈ നുണപ്രചരണം വളരെ എഫക്റ്റ് ആയി. ക്രിസ്ത്യാനികളാണ് ഈ റോമൻ പട്ടണം കത്തിച്ചതെന്നത് അത് പരസ്യമാക്കി. ഏതാണ്ട് ഇത് എഫക്റ്റ് ആകാൻ കാരണവും കാണും. ക്രിസ്ത്യാനികളാണല്ലോ കൂടുതലും തീയെ പറ്റി. തീക്കാര് മുഴുവൻ നമ്മുടെ ഇടയില്ല. ചെല്ലു പറയത്തില്ലേ ആ തീ ഇവിടെ, അപ്പം മിക്കവാറും നമ്മൾ തന്നെ കത്തിച്ചത്. തന്നെയല്ല, കാത്തിരിപ്പ് യോഗ വിദഗ്ധന്മാരൊക്കെ നമ്മളൊക്കെ പറയാനുണ്ട്, ആ കത്തട്ടെ കത്തട്ടെ എല്ലാവരും ഇളകി നിൽക്കുമ്പോ. കേട്ടിട്ടില്ല, നിങ്ങളൊന്നും കേട്ടിട്ടില്ല. കത്തട്ടെ. നേരത്തെ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇപ്പോഴും ഒക്കെ കാണും. ഈ പൈശാചിക ബാധയുള്ള വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പൈശാചിക ബാധ ഇളകുമ്പോൾ ചില ഉപദേശിമാര് പറയണം, നിന്നെ കത്തിക്കും. നിന്നെ ഉടനെ പറയും, ദൈവമക്കൾ പാട്ട് പാടി ആത്മാവിലാകട്ടെ കത്തട്ടെ. ഉടനെ നമുക്ക് പ്രത്യേക പാട്ടുമൊക്കെ ഉണ്ട്. രക്തം കൊണ്ടു, അത് നോക്കിക്കൊണ്ടാ പാടുന്നത്. ഞാൻ എങ്ങനെ വിളകി ഇങ്ങോട്ട് വരുന്നുണ്ട്, രക്തം കൊണ്ടു മുദ്രയിട. അപ്പൊ ഈ കത്തിക്കുന്ന ആൾക്കാർ മുഴുവൻ നമ്മളാ. കാത്തിരിപ്പ് യോഗത്തിനൊക്കെ പണ്ട് പാടുന്ന പാട്ട് നമ്മളും പാടാറുണ്ട്, എപ്പോഴും പാടും, തീ കത്തിക്ക എന്നിൽ. അപ്പൊ ഇതെല്ലാം കൂടെ ചേർത്ത് പഠിച്ചാൽ ഇവന്മാര് തന്നെ ഇത് കത്തിച്ചത്. അങ്ങനെ നുണപ്രചരണം ഫലിച്ചു. ഈ കാലയളവിലാണ് ഇതിനോട് ബന്ധപ്പെട്ട് പൗലോസിനെയും ജയിലിലിടുന്നത്. ആ ജയിലിൽ പൗലോസ് കിടക്കുകയാണ്. ഏതാണ്ട് മരണത്തെ മുഖാമുഖമായി കാണുന്ന രംഗങ്ങളാണ്. അതുകൊണ്ടാ പറഞ്ഞത്, എന്റെ നിര്യാണ കാലവും അടുത്തിരിക്കുന്നു, മരിക്കാറായി. സ്വാഭാവിക മരണമല്ല, തന്നെ വാളുകൊണ്ട് വെട്ടിക്കൊല്ലുകയാ. ഇനിയും ചരിത്രം പറയുന്നത് ഏതാണ്ട് AD 68 ജൂൺ മാസത്തിൽ പൗലോസിനെ കൊന്നുവെന്ന് സാധാരണ ഒരു കണക്ക് പറയുന്നത്. ഡേറ്റിന് വ്യത്യാസം വരാം. എന്നാൽ ശക്തമായ പീഡ അടിച്ചുവിട്ട നീറോയും ആ കാലയളവിൽ മരിച്ചെന്ന. നീറോയുടെ മരണം സ്വന്തമായിട്ട് കഴുത്തറുത്തെന്ന. സ്വന്തമായിട്ട് വേലപഠിതാക്കൾ പറയുന്നത്, നീറോ സ്വന്തമായിട്ട് കഴുത്ത് അറുത്ത് കൊല്ലപ്പെട്ട് പോയതെവിടാന്ന് ഞാൻ പറയേണ്ട. കാരണം ദൈവമക്കളെയും ദൈവസഭയെയും നന്നായിട്ട് മുടിച്ചവനാ. എങ്ങോട്ട് പോകുമെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എന്നാൽ പൗലോസിനെ കൊല്ലാൻ നേരത്തെ പൗലോസ് കഴുത്ത് വെച്ചു കൊടുത്തു. നിശ്ചയിക്കപ്പെട്ട പടയാളി വാളെടുത്ത് പൗലോസിനെ വെട്ടി. വേറെ പഠിതാക്കൾ പറയുന്ന ഒരു ആശയം, കഴുത്ത് പെടലിന്ന് മാറി. എന്റെ ഭാഷയാ കേട്ടോ, സയൻസ് ഒന്നുമല്ല പറയുന്നത്, എന്റെ ഭാഷയാ. കണ്ണു തുറന്നപ്പോ കണ്ടത് ക്രിസ്തുവിനെയാ. പ്രൈസ് ദി ലോർഡ്. കഴുത്ത് പെടലിന്ന് മാറി വേർപെട്ട് നോക്കുമ്പോൾ കാണുന്നത്, അവൻ സ്തോത്രം, ക്രിസ്തുവിനെയാ കാണുന്നത്. യേശു ക്രിസ്തുവിനെ കാണുക. എന്റെ പ്രിയരെ, ആദിമ നൂറ്റാണ്ടിൽ അപ്പോസ്തലന്മാരും ശിഷ്യന്മാരും അവൻ പീഡകളേറ്റ് അവരെ കൊല്ലാൻ കൊണ്ടുപോകുമ്പോൾ, അല്ലെ വാളിന് വെട്ടിക്കൊല്ലാൻ കൊണ്ടുപോകുമ്പോൾ, അല്ലെ തീജ്വാലയ്ക്ക് ഇരയാക്കുമ്പോൾ അവരെല്ലാം അന്യോന്യം പറയുന്ന ഒരു പദമിങ്ങനെ, നമ്മുടെ കർത്താവ് വേഗം വരുന്നു. ഇത് പറഞ്ഞ് ധൈര്യപ്പെടുത്തുക. കൊല്ലാൻ കൊണ്ടുപോകുമ്പോഴും പറയുന്ന കാര്യമില്ല, നമ്മുടെ കർത്താവ് വേഗം വരുന്നു. ഇന്ന് പകൽ പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ, പോരാട്ടങ്ങൾ വർദ്ധിക്കുമ്പോൾ അന്യോന്യം പറ, യേശു വേഗം വരുന്നു, യേശു വേഗം വരുന്നു. തനിക്കായി കാത്തു നിൽക്കുന്ന വിശുദ്ധന്മാരുടെ രക്ഷയ്ക്ക് അവിടുന്ന് പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷപ്പെടുന്നു. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും. പ്രത്യാശ വർദ്ധിക്കുന്നൻ പ്രാണനാഥനെ പ്രാപിഞ്ചിറങ്ങി കേകിയൻ. ഓ പ്രത്യാശ വർദ്ധിക്കുന്നൻ പ്രാണ
ഓ പറന്നു പോയിടും ഞാൻ ഈ മരുവിൽ നിന്നോ സ്വർഗാന നാട്ടിൽ. ഓ പറന്നു പോയിടും ഞാൻ ഈ ഓ പ്രത്യാശ വർദ്ധിക്കുന്ന പ്രാണ ഏകിയെങ്കിൽ പ്രത്യാശ വർദ്ധിക്കും. പറന്നുപോയി സ്വർഗാന നാട്ടിൽ വാഴും. പറന്നുപോയിടും ഞാൻ ഈ നിന്നോ സ്വർഗാന നാട്ടിൽ. ഓ പറന്നുപോയിടും ഞാൻ ഈ നിന്നോ സ്വർഗാന നാട്ടിൽ. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തേ. അവരെ വാളിനിരയാക്കാൻ കൊണ്ടുപോകുമ്പോഴും അവൻ സ്തോത്രം 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 സ്തോത്രം. അവരെ കൊല്ലുവാൻ കൊണ്ടുപോകുമ്പോഴും പറയുന്ന ഒരേ ഒരു പദം, യേശു വീണ്ടും വരുന്നു, യേശു കർത്താവ് വീണ്ടും വരുന്നു. ഇങ്ങനെ വളരെ പ്രതികൂലങ്ങളുടെ നടുവിൽ എഴുതിയ ലേഖനമാണ് ഈ തിമോത്തിയോസിന്റെ 2-ാം ലേഖനം. മരണത്തെ മുഖാമുഖമായി കാണുക മാത്രമല്ല, ഈ തിമോത്തിയോസിനെ ഇത് എഴുതുമ്പം ഞാൻ മരിക്കാൻ പോകുക, പക്ഷെ ഒരു കാര്യം പറയാം, നീ ശുശ്രൂഷ ചെയ്ത് ശോഭിച്ചോണം. അതാ അതിൻ്റെ ഇതിൽ ഈ പുസ്തകത്തിലെ പ്രധാനപ്പെട്ട ഒരു വാക്യം 2:15 ഒന്ന് വായിച്ചേ. 2:15 സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാവുന്നവനായി നിൽപ്പാൻ ശ്രമിക്കുക. ഇതാ പറഞ്ഞ മരിക്കുമ്പോഴും പറഞ്ഞ ചിതാ പോകുന്നത്. ഞാൻ മരിക്കാൻ പോകുക, നീ ഒരു കാര്യം ചെയ്തോണം, സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചു. ഇതിനകത്ത് മായ ഒന്നും ചേർക്കരുത്, ഇതിനകത്ത് കൂട്ട് ചേർക്കരുത്, ഇതിനകത്ത് കുറയ്ക്കുകയൊന്നും ചെയ്യരുത്. യഥാർത്ഥമായി പ്രസംഗിച്ചോണം. സ്തോത്രം സ്തോത്രം. കാരണം സത്യവചന യഥാർത്ഥമായി പ്രസംഗിക്കാത്ത, പഠിപ്പിക്കാത്ത, പറയാത്ത ഒരു കാലത്തിലേക്ക് ആ നാളുകളിൽ സഭ എത്തിയിരിക്കുന്നത്. മാത്രമല്ല, ഒന്ന്, സത്യവചനം ശരിക്കും പറയുന്നില്ല. പൗലോസ് ലേഖനം ഇടുന്നപ്പോൾ സഭയുടെ അന്നത്തെ അന്തരീക്ഷം സത്യവചനം യഥാർത്ഥമായിട്ട് പറയുന്നില്ല. 2, ഭക്തിയുടെ വേഷം മാത്രമേ ഉള്ളൂ. ഭക്തിയുടെ വേഷമേ ഉള്ളൂ. വേഷം എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയുമ്പോൾ ഈ പുറമേയുള്ള ഈ വെള്ളത്തുണിയുടെ കാര്യമല്ലേ പറഞ്ഞത്. ചിലര് വെള്ളത്തുണി ധരിക്കുമ്പോൾ പറയും ഭക്തിയുടെ വേഷം. ഈ വെള്ളത്തുണിയുടെ കാര്യമല്ലേ പറഞ്ഞേക്കുന്നത്. വേഷമെന്ന് ഉദ്ദേശിച്ചത് പുറമേ ഉള്ളതാ. വേഷമല്ലയോ കാണുന്നേ, ദേഹം കാണുന്നില്ലല്ലോ. ദേഹം കാണുന്നില്ല, വേഷമേ എന്ന് പറഞ്ഞ പോലെ സഭയിൽ വരുമ്പോൾ, കൂട്ടായ്മയിൽ വരുമ്പോൾ പൊതുവിൽ എല്ലാം വേഷം കിട്ടുന്നതേ ഉള്ളൂ. ആമേ, ഹൃദയവും ദൈവവുമായിട്ട് വലിയ ബന്ധമൊന്നും ഇല്ല, എല്ലാം വേഷമാണ്. അപ്പൊ അന്ത്യകാലത്ത് ഇങ്ങനെയൊക്കെ വേഷം കെട്ടുന്നവര്, സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കാത്തവര്, ഇതിനെ ആദായ സൂത്രമായി കാണുന്നവര്, ഇങ്ങനെയുള്ളവരുടെ നടുവിൽ തിമോത്തിയോസേ, നിന്നോടൊരു കാര്യം പറയാ, സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കണം. തിമോത്തിയോസിനെ പറ്റി എഴുതിയിരിക്കുന്നത് സാധാരണ എല്ലാവരും പറയുകയും പഠിപ്പിക്കുക. അങ്ങനെ തന്നെ വിശ്വാസത്തിൽ നിജപുത്രൻ. എന്നാൽ പൗലോസ് തിമോത്തിയോസിനെ കാണുമ്പോൾ അദ്ദേഹം വിശ്വാസത്തിലായിരുന്നെന്ന. കാരണം ഒരു ശിഷ്യനെന്ന അവിടെ കൊടുത്തിരിക്കുന്നത് 16-ാം അധ്യായത്തിൽ. നിങ്ങളാണ്ട് അപ്പോസ്തല പ്രവൃത്തി 16:1 വായിച്ചേ. അവിടെ വിശ്വാസമുള്ള ഒരു യഹൂദ സ്ത്രീയുടെ മകനായി വിശ്വാസമുള്ള യഹൂദ സ്ത്രീയുടെ മകനായി തിമോത്തിയോസ് എന്ന് പേരുള്ള ഒരു ശിഷ്യനുണ്ടായിരുന്നു. ശിഷ്യനെന്ന. അപ്പം പൗലോസ് ഈ പുള്ളിയെ കാണുമ്പോ ഇദ്ദേഹം ശിഷ്യനാ. ശിഷ്യൻ എന്ന് പറഞ്ഞാൽ 6-ാം നൂറ്റാണ്ടിൽ വിശ്വാസികളെന്നല്ല പറയുന്നത്, പിന്നെയോ ശിഷ്യൻ. അപ്പൊ തിമോത്തിയോസിനെ പൗലോസ് കാണുമ്പോൾ പുള്ളി ഇനി മനസ്സിലാകുന്ന ഭാഷ, നമ്മുടെ ഭാഷ പറയാം, വേറെ ദിവസത്തിലെ അത് നിൽക്കട്ടെ, വിശ്വാസിയാ. അപ്പോൾ പൗലോസ് മുഖാന്തരമല്ല ഇദ്ദേഹം വിശ്വാസത്തിൽ വന്നെന്നത് ആ ചിലരുടെ വാദം. എന്നാൽ വേറെ പഠിതാക്കൾ ചെല്ലു പറയുന്നത് 16-ാം അധ്യായത്തിൽ പൗലോസ്
തിമോത്തിയോസിനെ കാണുന്നുണ്ട്. പക്ഷേ 14-ാം അധ്യായത്തിൽ പൗലോസ് ഇതിനു മുമ്പ് ലുസ്ത്രയിൽ ചെന്നു. അപ്പോൾ ഒരു പക്ഷേ തിമോത്തിയോസിനെ കണ്ട് സുവിശേഷം പറഞ്ഞെന്നും വരാം. അതവിടെ നിൽക്കട്ടെ. തിമോത്തിയോസിന്റെ ഒരു വിശേഷത, അമ്മയും വല്യമ്മയും എല്ലാം നല്ല വിശ്വാസവും പ്രത്യാശയും ഉള്ളവരാ. അതിലെ 1-ാം അധ്യായം തന്നെ 4 മുതൽ വായിച്ചേ. ഞാൻ പൂർവന്മാരുടെ ദൃഷ്ടാന്തം അനുസരിച്ച് നിർമ്മല മനസ്സാക്ഷിയോടെ ആരാധിക്കുന്ന ദൈവത്തിന് നിന്റെ നിർവ്യാജ വിശ്വാസത്തിന്റെ ഓർമ്മ നിമിത്തം സ്തോത്രം ചെയ്യുന്നു. അടുത്തത്, ആ വിശ്വാസം ആദ്യം നിന്റെ വലിയമ്മ ലോവിസിലും അമ്മ യുനീക്കയിലും ഉണ്ടായിരുന്നു. ഇതാ അമ്മയും വല്യമ്മയൊക്കെ നല്ല സ്തോത്രം. ഞങ്ങളുടെ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ട്, ഇവിടെ ഉണ്ടോന്ന് അറിയാൻ മേല, ഇല്ലെങ്കിൽ ഇന്ന് പഠിച്ചോണം. തള്ളത് അടിപടിയാന്നേ മക്കള്. അപ്പോ ഇവിടെ ഉണ്ട്. അമ്മയ്ക്കും വല്യമ്മയ്ക്കും ഒക്കെ നല്ല വിശ്വാസവും പ്രതീക്ഷയും പ്രത്യാശയും സമർപ്പണമുണ്ടെങ്കിൽ നിന്റെ സന്തതിക്ക് ദോഷം വരികയില്ലെന്നാ പറഞ്ഞതിന്റെ അർത്ഥം. തിമോത്തിയോസിന്റെ അപ്പനും നല്ല മനുഷ്യനാ. ദൈവത്തിന് മഹത്വം. 16-ാം അധ്യായത്തിൽ അപ്പനെ പറ്റി പരാമർശമുണ്ടല്ലോ, വായിച്ചേ. അവൻ യവനനായിരുന്നു. അവൻ ലുസ്ത്രയിലും ഇക്കോന്യയിലുമുള്ള സഹോദരന്മാരാൽ നല്ല സാക്ഷ്യം കൊണ്ടവനായിരുന്നു. ദൈവത്തിന് മഹത്വം. ഇതാണ് തിമോത്തിയോസിന്റെ ഒരു പശ്ചാത്തലം. പിന്നെ പൗലോസ് ഇദ്ദേഹത്തെ വിശ്വാസത്തിൽ ജനിപ്പിച്ചു. 1-ാം അധ്യായത്തിൽ തിമോത്തിയോസിന്റെ 1-ാം അധ്യായം 1-ാം വാക്യത്തിലല്ലയോ അത് പരാമർശിച്ചിരിക്കുന്നത്, വായിച്ചേ. ക്രിസ്തുയേശുവിന്റെയും കൽപ്പന പ്രകാരം ക്രിസ്തുയേശുവിന്റെ അപ്പോസ്തലനായ പൗലോസ് വിശ്വാസത്തിൽ നിജപുത്രനായ തിമോത്തിയോസിന് എഴുതുന്നത്. പണ്ട് ഒരാള്, നമുക്ക് അബദ്ധം പറ്റുമെങ്കിലും പണ്ട് ഒരാള് പ്രസംഗിച്ചെന്നാ പറയുന്നത്, തിമോത്തിയോസ് നീചപുത്രനായിരുന്നു. എന്നാലും പുള്ളി പൗലോസ് ഈ നീചപുത്രനെ കൂട്ടിക്കൊണ്ട് നടക്കുകയും ശുശ്രൂഷിപ്പിക്കുകയൊക്കെ ചെയ്തു. അതുകൊണ്ട് നമ്മളും എത്ര നീചപുത്രന്മാരാന്നേലും അവരെ മിണ്ടുന്നില്ല. നീചപുത്രനല്ല. അപ്പൊ എന്തായാലും പൗലോസ് തന്റെ ശുശ്രൂഷയിൽ ഇദ്ദേഹത്തെ വളർത്തിക്കൊണ്ട് വന്നു. മരിക്കാറായപ്പോൾ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, ഞാൻ മരിക്കാൻ പോവുക, മരണത്തെ മുഖാമുഖമായി കാണുക, പാനീയയാഗമായി ഒഴിക്കപ്പെടാൻ പോകുക, എന്നെ കൊല്ലുവാനുള്ള വാളിന്റെ മൂർച്ച കൂട്ടുന്നുണ്ട്, അധികം താമസിക്കാതെ ഞാൻ ഒരു യാഗമായി തീരും. പക്ഷേ നീ ഒരു കാര്യം ചെയ്യണം, സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കണം. ഒരു കാര്യം പറഞ്ഞങ്ങ് നിർത്താം, ബാക്കി പിന്നീട് എന്തെങ്കിലും അവസരം കിട്ടുകയാണ്. പൗലോസിന് ഈ മരിക്കുന്നതിലും ഒന്നും ഭയമില്ലായിരുന്നു. പക്ഷെ പൗലോസിന്റെ മരണത്തിനേക്കാളും സങ്കടകരമായ ഒരു കാര്യം നിങ്ങൾ ആ അധ്യായം പഠിച്ചാൽ അറിയാം. മരിക്കാൻ പോവുക, മരണത്തെ മുഖാമുഖമായി കണ്ടു, അധികം താമസിക്കാതെ മരിക്കും. പക്ഷെ പുള്ളിക്ക് അതിനേക്കാളും മനോദുഃഖം എന്നാണെന്നറിയാമോ? ആ 1-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്, ആശയക്കാരെല്ലാം എന്നെ വിട്ട് പോയി. അതാ മനോവേദന. കണ്ടോ? എല്ലാവരും എന്നെ വിട്ട് പോയി കളഞ്ഞു എന്ന് നീ അറിയുന്നുവല്ലോ. മതി. മരണവേദനയെക്കാളും അല്ലെങ്കിൽ മരണത്തെ പ്രതീക്ഷിച്ചാൽ കിടക്കുന്നത്, അതിലും തനിക്ക് വിഷയം എന്നാന്ന് ചോദിച്ചാൽ ആശയക്കാരല്ല എന്നെ വിട്ട് ദൈവത്തിന് അത് സഹിക്കാൻ പറ്റുന്നില്ല. ദുഃഖമാണ്. ഈ ആശയക്കാരൊക്കെ നന്നായിട്ട് പൗലോസിന്റെ ശുശ്രൂഷ അനുഭവിച്ചവരാ. പൗലോസ് പറഞ്ഞല്ലോ, ഞാൻ ആശയിൽ വന്ന 1-ാം നാൾ മുതൽ നിങ്ങളോടുകൂടെ എങ്ങനെ ഇരുന്നുവെന്നും വളരെ താഴ്മയോടും കണ്ണുനീരോടും യഹൂദന്മാരുടെ കൂട്ടുകെട്ടുകളാൽ എനിക്കുണ്ടായ കഷ്ടങ്ങളോടും കൂടെ കർത്താവിനെ സേവിച്ചുവെന്നും പ്രയോജനമുള്ളതൊന്നും മറച്ചു വെക്കാതെ വീട് തോറും പരസ്യമായിട്ട് നിങ്ങളോട് ഞാൻ അറിയിച്ചു. ഇപ്പോൾ ഞാൻ യെരൂശലേമിലേക്ക് കടന്നു പോകുന്നു, കഷ്ടങ്ങളും ബന്ധനങ്ങളും എനിക്കായിട്ട് കാത്തിരിക്കുന്നുവെന്ന് പരിശുദ്ധാത്മാവ് പട്ടണം തോറും പ്രസ്താവിക്കുന്നതല്ലാതെ അവിടെ എന്തുവാ സംഭവിക്കുന്നത് ഞാൻ അറിയുന്നില്ല. എങ്കിലും ഞാൻ എൻ്റെ പ്രാണനെ വിലയേറതായിട്ട് എണ്ണുന്നില്ല. ദൈവകൃപയുടെ ഓട്ടം കർത്താവാകുന്ന യേശുക്രിസ്തു എന്ന ശുശ്രൂഷയും തികക്കണമെന്ന് എനിക്കുള്ളൂ. 3 കൊല്ലം അവിടെ വേല ചെയ്തു, 2 കൊല്ലം ബൈബിൾ ക്ലാസ് എടുത്തു തുറന്നോസിന്റെ പാഠശാല, 1 കൊല്ലം നല്ല പ്രവർത്തനം. കണ്ടവരോടും ചന്തസ്ഥലത്തും അഴിവക്കത്തും പുഴവക്കത്തും മെനക്കെടാതെ വീട് തോറും രഹസ്യമായും പരസ്യമായും ചെറിയവരോടും വലിയവരോടുമെല്ലാം നന്നായിട്ട് സുവിശേഷം അറിയിച്ചു. ശുശ്രൂഷ അനുഭവിച്ചവരാശക്കാർ. പക്ഷേ ഒരു പ്രശ്നം വന്നപ്പോ ഇവര് മുഴുവൻ
കഴുത്ത് കണ്ടിക്കുന്നതല്ല വിഷയം, മരിക്കുന്നതല്ല വിഷയം. കഴുത്ത് കണ്ടിച്ച് കണ്ണു തുറന്നപ്പോ യേശുക്രിസ്തുവിനെയാ കണ്ടത്. പക്ഷേ മരിക്കുന്ന സമയത്ത് തനിക്ക് മനപ്രയാസം ഉളവാക്കിയത് ഈ ശുശ്രൂഷ അനുഭവിച്ച ഇവരല്ല, ദൈവത്തിന്റെ മഹത്വം. എന്നിട്ട് ഞാൻ വേറൊരു കാര്യം കൂടെ പറഞ്ഞു. എന്റെ ഒന്നാം പ്രതിവാദത്തിൽ ആരും തുണയില്ലായിരുന്നു. തനിക്കെതിരെ കേസേ. ഒന്നാം പ്രതിവാദത്തിൽ 4-ാം അധ്യായത്തിന്റെ 17 16 വായിച്ചേ. എന്റെ ഒന്നാം പ്രതിവാദത്തിൽ ആരും എനിക്ക് തുണ നിന്നില്ല. എല്ലാവരും എന്നെ കൈവിട്ടു. ഇതൊക്കെ കഴുത്ത് കണ്ടിക്കുന്നതിലും പ്രയാസം ഇതാ. ദൈവത്തിന്റെ മഹത്വം. മരിക്കുന്നതല്ല വിഷയം, മരിക്കാൻ പോകുന്നതുമല്ല വിഷയം. ആശയക്കാരെന്നെ വിട്ടുപോയി. ഒന്നാം പ്രതിവാദത്തിൽ ആരും എനിക്ക് തുണയെ നിന്നില്ല. പക്ഷെ പൗലോസിന്റെ മനസ്സൂടെന്ന് പറഞ്ഞ് നിർത്താം. ആ മനസ്സ് നമുക്ക് വേണം. അത് പറയാനായി ഇത്രയും ഞാൻ പറഞ്ഞേ. പൗലോസിന്റെ മനസ്സ് എല്ലാവരും എന്നെ വിട്ടേച്ച് പോയി, എനിക്ക് തുണ നിന്നില്ല, കർത്താവ് മാത്രമായി എനിക്ക് തുണ. ഇത് പറഞ്ഞേച്ച് പൗലോസ് പറഞ്ഞൊരു പദമുണ്ട്. ആ അനുഭവത്തിൽ നമ്മൾ വരണം. അടുത്ത പദം വായിച്ചേ. കർത്താവ് എനിക്ക് തുണ നിന്നു. അടുത്തത് പ്രസംഗം എന്നെ കൊണ്ട് നിവർത്തിപ്പാനും സകല ജാതികളും കേൾപ്പാനും എന്നെ ശക്തീകരിച്ചു. അങ്ങനെ ഞാൻ സിംഹത്തിന്റെ വായിൽ നിന്ന് രക്ഷ പ്രാപിച്ചു. കർത്താവിനെ സകല ദുഷ്പ്രവൃത്തിയിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്വർഗീയ രാജ്യത്തിനായി രക്ഷിക്കും. അവൻ എന്നേക്കും മഹത്വം. ആമേൻ. അതിന്റെ മേളിൽ ഒരു വാക്യമുണ്ട്, അവർക്ക് കണക്കിടാതിരിക്കട്ടെന്ന്. അത് 15 16 അത് വായിച്ചില്ലെന്ന് തോന്നുന്നു. അതിന് അത് വായിക്കാഞ്ഞ് അവരുടെ നിമിത്തം മോശയ്ക്കും ദോഷം ഭവിച്ചെന്നാ. എന്റെ ഒന്നാം പ്രതിവാദത്തിൽ ആരും എനിക്ക് തുണ നിന്നില്ല. എല്ലാവരും എന്നെ കൈവിട്ടു. അതവർക്ക് കണക്കിടാതിരിക്കട്ടെ. അതാ പൗലോസിന്റെ മനസ്സ്. ആശയക്കാരെല്ലാരും എന്നെ വിട്ടുപോയി. എന്റെ ഒന്നാം പ്രതിവാദത്തിൽ ആരും എനിക്ക് തുണ നിന്നില്ല. ഇവനോടൊക്കെ ദൈവം ചോദിക്കുമെന്നല്ല പറഞ്ഞത്. അതാ ക്രിസ്തുവിന്റെ മനസ്സ്. എന്റെ ഇടയ്ക്ക് വന്ന് തിന്നു കുടിച്ചു പോയവനും ഞാൻ വളർത്തിക്കൊണ്ട് വന്നവനും എല്ലാം എന്നെ കൈവിട്ട്, ഇവനെല്ലാം എന്നെ ഉപദ്രവിച്ചു. ഇവനെയൊക്കെ ദൈവം വിടത്തില്ല. ഇവനെയോടെല്ലാം ദൈവം ചോദിക്കൂല്ലേ, കുഞ്ഞമ്മ കണ്ടോ ഞാൻ ജീവനുള്ള ദൈവത്തെയാ സേവിക്കുന്ന, ഇവനെയൊക്കെ ദൈവം വരച്ച വരെ കൊണ്ടുവരും, നിങ്ങൾ കണ്ടോ ഇവനോട്. അങ്ങനല്ലേ നമ്മളെല്ലാം പറയുന്നേ. എൻ്റെ അമ്മാമ്മയെ ഞാൻ എൻ്റെ സഹോദരങ്ങൾക്ക് ചെയ്തത് ഒന്നും പറയാനൊക്കത്തില്ല. ഇപ്പോൾ ഒരെണ്ണം എന്നോട് മിണ്ടുകയില്ല, മൃഗയിലിക്കയില്ല. ഇവനോടൊക്കെ ദൈവം നിങ്ങളെല്ലാം അങ്ങ് ഗബ്രിയേൽ മാലാഖ കളിക്കരുതേ. സ്തോത്രം. ഞാൻ ഇവന്മാർക്കെല്ലാം ചെയ്തതുപോലെ വേറെ ആരും ചെയ്തിട്ടില്ല. ഇതിനെ അനുഭവിച്ച ഇവനെല്ലാം എന്നെ വിട്ടേച്ച് പോയി, ഉപേക്ഷിച്ചു, തള്ളിക്കളഞ്ഞു. ഇവനോടൊക്കെ ദൈവം അങ്ങനൊന്നുമല്ല പൗലോസ് പറഞ്ഞത്. അയ്യോ കർത്താവ്, എൻ്റെ പ്രിയരെ, ഈ ഒരു മനസ്സ് നമുക്ക് വേണം. ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഇങ്ങനെ ഉണ്ടാകണം. വിടുതൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള സ്വഭാവത്തിന് വ്യത്യാസം വരണം. അതാ വിടുതൽ. നമുക്ക് ഈ മനസ്സ് വരണം. കർത്താവ് അവരോട് അങ്ങനെ വേണേ, അങ്ങനെ വേണം, അങ്ങനെ പറയണം, അങ്ങനെ ആകണം. എന്നെ ഉപദ്രവിച്ചവർ കാണും, പഠിച്ചവർ കാണും, നിന്ദിച്ചവർ കാണും, ദുഷിച്ചവർ കാണും, ആക്ഷേപിച്ചവർ കാണും, എന്നെ വിടക്കം നെണ്ണിയവർ കാണും. കർത്താവ് അവർക്ക് കണക്കിടാതിരിക്കട്ടെ. ദൈവം അവരെ രക്ഷിക്കട്ടെ, ദൈവം അവരെ വിടുവിക്കട്ടെ. 4:11 പറയുക, ലൂക്കോസ് മാത്രമേ എൻ്റെ കൂടെ. ദൈവത്തിന് മഹത്വം. പക്ഷേ ഉപേക്ഷിച്ചവരും ത്യജിച്ചവരും വിട്ടേച്ചു പോയവരും ഒന്നാം പ്രതിവാദത്തിൽ തുണ നിൽക്കാത്തവരൊക്കെ ഉണ്ട്. അവരോട് ദൈവം കണക്കിടാതിരിക്കട്ടെ. ഈ ഒരു മനസ്സ് നമുക്കുണ്ടാകണം. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ആമേൻ. ദൈവത്തിന്റെ മഹത്വം. പൗലോസിനെ പോലെ, നമ്മുടെ കർത്താവിന്റെ മനസ്സ് പോലെ ആമേൻ നമുക്ക് ഒരു നല്ല മനസ്സുണ്ടാകണം. എല്ലാവരും സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചാട്ടെ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നിൻ സൗമ്യമാം സ്വഭാവം നന്നായി പഠിച്ചടിയാർ, നിൻ സൗമ്യമാം സ്വഭാവം നന്നായി പഠിച്ചടിയാർ, വൻ പ്രതികൂല മധ്യ മുൻപോട്ടു യാത്ര ചെയ്യുവാൻ, വൻ പ്രതികൂല മധ്യ മുൻപോട്ടു യാത്ര ചെയ്യുവാൻ
തിരുമുഖ പ്രകാശം ഞങ്ങൾ കരുക നീ സദനം തിരുമുഖ പ്രകാശം ഞങ്ങൾ കരുക നീ സദനം കന്നാസും കയ്യപ്പാവും ഏരോന്നു വന്നു നിന്നെ കന്നാസും കയ്യപ്പാവും ഏരോന്നു വന്നു നിന്നെ നിന്നിച്ചു പീഡ ചെയ്തതെല്ലാം സഹിച്ചുവല്ലോ നിന്നിച്ചു പീഡ ചെയ്തെല്ലാം സഹിച്ചുവല്ലോ മറുത്തതില്ലതല്ലോ റോമാഗവർണൻ മുൻപിലും നീയാമേ മറുത്തതില്ലതല്ലോ റോമാഗവർണൻ മുൻപിലും ഓ തത്വാവിത്വാ മുനിയെ ദുഷ്ടലോകശനിയെ തത്വാവിത്വാ മുനിയെ ദുഷ്ടലോകശനിയെ സത്യവേദ ധ്വനിയെ ജീവഗമ കനിയെ കരുണയിൻ ധ്വനിയെ ഞങ്ങൾ വരുന്നിത തനിയെ ആമേ കരുണയിൻ ധ്വനിയെ ഞങ്ങൾ വരുന്നിത തനിയെ ലോകൈക സൽഗുരുവേ സ്വർഗീമന കരുവേ ലോകൈക സൽഗുരുവേ സ്വർഗീമന കരുവേ ദാസർഗീതമേകും മന്ദാരം തരുവേ തിരുവടി നിയതം ഞങ്ങൾ കരുളണം അഭയ തിരുവടി നിയതം ഞങ്ങൾ കരുണ തുങ്ക പ്രതാപമാർന്ന ശ്രീയേശുനായകനെ തുങ്ക പ്രതാപമാർന്ന ഞങ്ങൾക്കു നന്മ ചെയ്ത ഭാരതിയെ ഞങ്ങൾക്ക് നന്മ ചെയ്ത ഓ വണങ്ങിടുന്നടിയാർ തവ പാദങ്ങളാശ്രയമേ അവേ വണങ്ങിടുന്നടിയാർ തവ പാദങ്ങളാശ്രയമേ അവേ നിർമ്മലമായ രക്തം നിർമ്മലമായ രക്ത ശർമ്മ നീ ചൊരിഞ്ഞു കന്മാറ്റം പോക്കി ദുഷ്ടകം നിന്നോ വിടുത ചെയ്തതിനാ ഞങ്ങൾ അടിവണങ്ങിടുന്നേ അവേ 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 വിടുത ചെയ്തതിനാ ഞങ്ങൾ അടിവണങ്ങിടുന്നേ ഓ വിടുത ചെയ്തതിനാ ഞങ്ങൾ അടിവണങ്ങിടുന്നേ അവേ വിടുത ചെയ്തതിനാ ഞങ്ങൾ അടിവണങ്ങിടുന്നേ ഓ വിടുത ചെയ്തതിനാ ഞങ്ങൾ അടിവണങ്ങിടുന്നേ അവേ വിടുത ചെയ്തതിനാ ഞങ്ങൾ അടിവണങ്ങിടുന്നേ ഓ വിടുത ചെയ്തതിനാ ഞങ്ങൾ അടിവണങ്ങിടുന്നേ അവേ വിടുത ചെയ്തതിനാ കരമുയർത്തി ഹല്ലേലൂയ പാടാം. ആമേൻ. പ്രിയ മനോജ് പ്രാർത്ഥിച്ച് ഇന്നത്തെ സഭായകം ഇപ്പോൾ ഇവിടെ അവസാനിപ്പിക്കുന്നതായിരിക്കും. ദൈവത്തിന്റെ മഹത്വം. പരിശുദ്ധമുള്ള നല്ല ആണ്ടുവരെ നല്ല மத்தியான நேரத்திற்கான நம்முடைய சமூகத்தில் வருகிறோம். விசேஷமாய் ஒரு 6 நாட்கள் கழித்து மறுபடியும் ஓய்வு நாளிலே நம்முடைய சமூகத்தில் வந்து உம்மை ஆராதிக்கும்படியா எங்களுக்கு கிருபை செய்தீங்க. எத்தனையோ பேர் இந்த நாளில் ஆண்டவரே தங்களுடைய ஜீவனை இழந்த பொழுதும் இந்த பூமியை விட்டு போன பொழுதும் கர்த்தாவே எங்களுக்கு ஸ்லாக்கியத்தை தந்தீர். உம்மை ஆராதிக்கும்படியாக தகப்பனே சோதரிக்கிற உம்முடைய வருகை நினைவு கூறத்தக்கதாக எங்களுக்கு உதவி செய்தீர். அதற்காக நாங்கள் நன்றி சொல்லுகிறோம். கர்த்தாவே சோதரமுடைய ஊழியக்காரர்கள் மூலமாய் நாங்கள் கேட்ட வசனங்கள் கர்த்தாவே சோதரங்களுடைய இருதயங்களிலே அப்பா அது ஆழமாய் பதிந்திருக்கட்டும் என்று நாங்கள் ஜெபிக்கிறோம். அதற்கேற்றபடியாக எங்களுடைய வாழ்க்கையை கிரமப்படுத்தத்தக்கதாய் அதற்கேற்றபடியாக எங்களுடைய வாழ்க்கையை சீரமைக்கத்தக்கதாய் எங்கள் ஒவ்வொருவருக்கும் சிறியோர் முதல் பெரியோர் வரைக்கும் கர்த்தாவே எங்கள் ஒவ்வொருவருக்கும் நீர் உதவி செய்ய வேண்டும் என்று நாங்கள் ஜெபிக்கிறோம். எங்கள் ஒவ்வொருவரும் சமூகத்தில் தாழ்த்தி ஒப்பு கொடுக்கிறோம். வருகிற நாட்களுக்கு எல்லா நாட்களையும் கர்த்தாவே சுத்திர கூட்டங்களையும் உடைய கரத்தில் ஒப்பு கொடுக்கிறோம். நீர் ஆளுகை செய்யும் உடைய நாமத்தின் மகிமைக்காய் காத்துக்கொள்ளும். യേശു ക്രിസ്തുവിൻ നാമത്തിൽ കേൾக்கிறோம் നല്ല പിതാവേ. ആമേൻ. കർത്താവ് പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം ചെയ്യാം. എല്ലാവർക്കും വേണ്ടി നിൽക്കാൻ കരങ്ങൾ വീശു ദൈവത്തെ മഹത്വപ്പെടുത്താം. സർവബേഗോ മാനസർവ മഹത്വ സ്തുതി കരങ്ങൾ വീശു. സർവബേഗോ മാനസർവ മഹത്വ സ്തുതി സർവേ